ഹലോ ചങ്ങായിമാരെ, എല്ലാവർക്കും നിജീസ് വേൾഡിലേക്ക് സ്വാഗതം. ചങ്ങായിമാരെ, ഞാൻ ഇന്ന് ദുബായിലേക്ക് പോക്കട്ടാ. അപ്പോൾ ഇനി നമുക്ക് അവിടുന്ന് കാണാം വീഡിയോയിലൊക്കെ കേട്ടാ. ഇന്ന് വിസിറ്റ് വിസയിൽ പോകുന്നതാണ്. നമുക്ക് താഴോട്ട് പോയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. പെട്ടിയിൽ നേരത്തെ പാക്ക് ചെയ്ത് വെച്ചാൽ അതൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അമ്മയിലും ഉണ്ട്, ആരെല്ലാം ഉണ്ട് താഴെ വന്നിട്ട്. ഞാൻ കുളിച്ച് റെഡിയാകാൻ വേണ്ടി മേലെ വന്നേ. അപ്പോൾ നമുക്ക് നേരെ പോവാം. താഴോട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് നേരെ എയർപോർട്ടിലേക്ക് പോവാം. വാ തമ്പുരോ, പെട്ടിയെല്ലാം എടുക്കുന്നുണ്ട്. അമ്മേ തമ്പുരോ, ഒന്നുമില്ല. ലക്ഷ്മി, ചെറിയ ഫോൺ എടുത്തിട്ടേ എത്തിയിട്ട് വിളിക്കാം. അപ്പൊ ചങ്ങായിമാരെ, ഞാൻ പോയിക്കൊണ്ടിരിക്കലാണ്. ഒരുപാട് ആളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. എല്ലാവർക്കും നമുക്ക് തമ്പുരു മോളോട് ചോദിക്കാലോ. തമ്പുരു, മാമ ദുബായിലേക്ക് പോകുന്നതാണ്. എനിക്കെന്താ ഇപ്പം തോന്നുന്നത്? അങ്ങനെയല്ല, എന്നാലും വേറെന്താ തോന്നുന്നു? പോവാണ്ടിരിക്കാൻ പറ്റൂലല്ലോ. സങ്കടം ഉണ്ടോ? ഉള്ള തന്നെയാ പറയുന്നത്. നീ എന്നാ വണ്ടി കയറിയാലും പറഞ്ഞ മാമനോട്? അമ്മമ്മേനെ പറ്റി എന്താ പറഞ്ഞല്ലോ? വേറെന്നാ പറയേ അവനോട്? ചങ്ങായിമാരോടെന്നാ പറയേ? ഇനി മാമൻ തമ്പുരുവിനെ കാണിക്കാൻ കഴിയില്ല ചങ്ങായിമാർ എടുത്തു.
പറയാം ചങ്ങായിമാരോട്? പറ. ചങ്ങായിമാരെ നമ്മൾ കാണൂല, അപ്പോ നിങ്ങൾ എല്ലാവരും നമ്മളെ യൂട്യൂബ് തപ്പണ്ട, ഒരു വീഡിയോയും കിട്ടൂല. വീഡിയോ മാമനാടുന്ന് ഇടും. തമ്പുരും മാമനും ഒരുമിച്ചുണ്ടാവില്ല എന്നുള്ളു. സത്യം. ഗൾഫിന്നെല്ലാം വീഡിയോ കഴിഞ്ഞാ പറഞ്ഞു കഴിഞ്ഞാ കഴിഞ്ഞു. ചേച്ചിനെന്താ പറയണ്ടാ? മാമൻ പോയതിനെ കുറിച്ചാ മാമൻ പോണ്ടെന്നു വേറെയോ? വേറെ സങ്കടമുണ്ട്. വീട്ടില് നന്നായിട്ടോ നിങ്ങൾക്കെന്താ പറയണ്ട? പറയാനുള്ള വെച്ചാല് ഇങ്ങക്ക് ഈ പോക്കിനോട് ഒരു പെണ്ണും കിട്ടിയിട്ട് അതിനോട് നമുക്ക് നന്നാവണം. എന്താ നാട്ടിൽ നിന്നൊരു സെറ്റിലായിട്ട് ഇതാവും. എന്തേലും എവിടെയെങ്കിലും ഇത് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു നല്ലൊരു പെണ്ണിനെ നമുക്ക് ഇതാക്കി തരും. അപ്പൊ ചങ്ങായി പറയാം, എനക്ക് ഒരുപാട് ആളോട് നന്ദിയും സ്നേഹവും കടപ്പാടൊക്കെ ഉണ്ട് കേട്ടാ. ആളെ പേരെടുത്ത് പറയാൻ പറ്റില്ല, ഒരുപാട് ആളുണ്ട്, ആരെയും വിട്ടുപോകും. അപ്പൊ എല്ലാവർക്കും ഒരുപാട് നന്ദി, സ്നേഹം, കടപ്പാട്. നമ്മൾ ഒരുപാട് ആൾ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇത്ര എത്തിയത്. അപ്പോൾ ഇനിയും സപ്പോർട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ അവിടുന്ന് പറ്റുമെങ്കിൽ വീഡിയോ ഒക്കെ ഇടും. ഒന്നും പറയാൻ പറ്റൂല, എല്ലാം പഠിച്ചതിൻ്റെ കയ്യിലാണ് അല്ലേ തമ്പുരു? അപ്പൊ നമുക്ക് എയർപോർട്ടിലേക്കൊക്കെ പോവാം. എയർപോർട്ടിൽ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. പോകുന്ന വഴി കാണിച്ചില്ല. നമ്മളിപ്പോ കാഞ്ഞിരോട് ആജിമുട്ട കഴിഞ്ഞ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് നമ്മളെ നാട് കേട്ടാ. ഇപ്പം കാഞ്ഞിരോട് കഴിഞ്ഞ് കാഞ്ഞിരോട് ആജിമുട്ട കഴിഞ്ഞിട്ട് ഇങ്ങനെ പോകുന്നു. കുറച്ച് കഴിഞ്ഞാൽ കാഞ്ഞിരോട് സ്കൂളെത്തും അല്ലേ തമ്പുരു? എത്താനായി. അത് ക്യാമറയാണ് നടക്കാതെ ഉണ്ടാ. ഇതാണ് സ്കൂള്. ഇന്റർനാഷണൽ ലെവൽ സ്കൂളാട്ടെ ഇത്. ഹൈടെക് സ്കൂള്. ഞാൻ ഒരുപാട് ആളെ മിസ് ചെയ്യും കേട്ടാ. നിങ്ങൾക്ക് എന്നെ മിസ് ചെയ്യുമെന്ന് കമന്റ് ചെയ്യണം കേട്ടാ എല്ലാരും. ആർക്കൊക്കെ മിസ് ചെയ്യുന്നു അല്ലേ തമ്പുരു മോളെ? സത്യം. പിന്നെ പറയാനുള്ള വെച്ചാൽ ഒരുപാട് തെയ്യങ്ങൾ കാണാൻ പറ്റി. നാട്ടിൽ ഏകദേശം 2 വർഷത്തോളമായി കേട്ടോ. ഞാൻ കഴിഞ്ഞ ഓഗസ്റ്റിൽ വന്നതാണ്. ഈ ഓഗസ്റ്റ് വന്ന 2 വർഷമായി. ഏകദേശം 2 വർഷത്തിനടുപ്പിച്ചായി. തെയ്യങ്ങൾ കാണാൻ പറ്റി, കുറെ സ്ഥലങ്ങൾ കാണാൻ പറ്റി. അതൊക്കെ നമ്മൾ ഒരുമിച്ച് പോയി കണ്ടു എന്നുള്ളതാണ് സന്തോഷം. ഞാൻ മാമനോട് കാര്യം ചോദിച്ചോട്ടെ? മാമനെ ദുബായി പോയിട്ട് എപ്പോ ഇങ്ങോട്ടേക്ക് വരുവാ? അത് പറയാൻ പറ്റില്ല. ഇപ്പൊ എപ്പോ വരുവാന്നും പറയാൻ കഴിയില്ല. അത് ഒരു കമ്പനിയിലെല്ലാം കയറിയാല് പിന്നെ എങ്ങനെയാന്ന് വിടുവാന്ന് പറയാം. മാമനും പറയും സൗകര്യം ഉണ്ടെങ്കിൽ വിടുക, അവര് ഇല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് പോകുന്നു പറയും. അങ്ങനെയല്ലേ? പിന്നെ അവിടെ ആളില്ലെങ്കിൽ അങ്ങനെ പറയും, ആളുണ്ടെങ്കിൽ വിടും. അങ്ങനെയല്ലേ? പിന്നെ ശബരിമലക്ക് പോകാൻ പറ്റി അമ്മേനെയും കൂട്ടിയിട്ട്. തിരുപ്പതി പോയി നമ്മൾ അമ്പലത്തിലുള്ള ഉത്സവങ്ങളും ഇതെല്ലാം മിസ് ചെയ്യും കേട്ടോ. തെയ്യം, ഉത്സവം, കാവ്, അമ്പലം, പിന്നെ കുറെ ചങ്ങായിമാര്, നാട്ടുകാര് എല്ലാരെയും മിസ് ചെയ്യും. അപ്പോൾ എല്ലാരോടും ആരോടും ഞാൻ അങ്ങനെ വിശദമായിട്ട് പറഞ്ഞിട്ടില്ല കേട്ടാ. എല്ലാരോടും അവിടെ എത്തിയിട്ട് എയർപോർട്ടിൽ എത്തിയിട്ട് വേണം മെസ്സേജിലിട്ട് പറയാൻ വേണ്ടിട്ട്. പിന്നെ കാര്യമായ ഒരു സാധനത്തിന് മിസ് ചെയ്യും. എന്നാന്താ പോലും പറയാൻ പറ്റാ. ഈ വണ്ടി ബ്രസ്സാ, അവളെ ബ്രസ്സാനെ മിസ് ചെയ്യില്ലേ? മിസ് ചെയ്യുന്ന പറഞ്ഞാല് എന്താ പറയാ ഇനി മലയാളം? ഇതിന്റെ കാണാണ്ടുള്ള വിഷമം ഉണ്ടാവില്ലേ, അത്. തമ്പൂരനെ മിസ് ചെയ്യില്ലേ മാമേ? തമ്പൂരിനുള്ള അടി കഴിഞ്ഞല്ലേ നമ്മള് അല്ലേ? മാമനെ കാണാണ്ടിരിക്കുമ്പോ തമ്പൂരാരോട് അടി കഴിക്കാം. കണ്ണൂർ എയർപോർട്ടിലേക്ക് പോകുന്ന തെറ്റാനായി കേട്ടാ. ഇവിടുന്ന് വലത്തോട്ടാ വേണ്ടേ. നമ്മളെ നാട്ടിൽ അങ്ങനെയല്ലേ പറയാൻ പോലും. വലത്തോട്ട് തെറ്റുക എന്നല്ല പറയാ, വലത്തോട്ട് തിരിയുക അല്ലെങ്കിൽ അങ്ങനെ പറയാം അല്ലേ? കണ്ണൂർ വിമാനത്താവളം. വിമാനത്താവളല്ല, മാനത്താവളം എന്ന് പറഞ്ഞ മാമേ. മാനത്താവളം.
കാഴ്ചയും കേട്ടോ ചങ്ങായിമാരെ. കാണുന്നില്ല പക്ഷെ സൈഡിൽ പുല്ലുകൾ പിടിപ്പിച്ചോണ്ട്. ചങ്ങായിമാരെ അപ്പൊ നമ്മള് മാമൻ ഗൾഫിലോട്ടേക്ക് വഴിയൂട്ടി പോകുന്നുണ്ട്. ചങ്ങായിമാരെ, നിങ്ങൾ പറയുന്നത് മാമൻ ഗൾഫ് പോകണമെന്നാണോ ഇല്ലേ പോകണ്ടെന്നാണോ? നിങ്ങൾക്ക് മാമൻ ഗൾഫ് പോയിട്ടാണോ സന്തോഷം ഇല്ലേ പോകാണ്ടാണോ സന്തോഷം എന്ന് കമന്റ് തന്നെ വീഡിയോയില് വെച്ചിട്ടുണ്ട്. നമ്മൾ എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് എയർപോർട്ടാ അല്ലേ? നമ്മളിതാ എയർപോർട്ടിലേക്ക് എത്തിയിരിക്കുന്നു. കണ്ണൂർ എയർപോർട്ടിന്റെ അങ്ങ് നോക്കുമ്പോഴുള്ള വ്യൂ ഉണ്ടായിരുന്നു. നല്ല ഭംഗിയാണ്, നല്ല ഭംഗിയാണല്ലേ. ഇത് താഴെ കടലങ്ങാറ്റല്ലേ വെള്ള. ഇത്രയാളും ഗൾഫിൽ വരുന്നത് ആദ്യമായിട്ടാണ് ഞാൻ കണ്ടത്. ഞാനും കണ്ടിട്ടെല്ലാം ഉണ്ട്. ചങ്ങായിമാരെ, ബോർഡിങ് ഇമിഗ്രേഷനിലും കഴിഞ്ഞിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യുന്നേട്ടാ ഗേറ്റ് ഓപ്പൺ ആക്കാൻ വേണ്ടി. എയർ ബ്രിഡ്ജിലോട്ട് അങ്ങനെ നടന്ന് പോയില്ലട്ടോ ചങ്ങായിമാരെ. से उतरने के तुरंत पहले फुलाए। इसे ऊपर लगे लाटू में मुंह से हवा भरकर भी फुलाया जा सकता है। बच्चों के लिए केवल 8 होकर कीजिए। हेडलाइट जागर में बत्ती लगी है जो बैटरी के पानी से छू जाने पर जल जाती है। इस विमान पर 8 आपातकालीन निगाह है, 2 द्वार सामने, 2 द्वार पीछे और विंग्स के ऊपर 4 खिड़कियां। आपात स्थिति में the seat pocket inflow. We strongly suggest you to read it before takeoff. Dear guests, we are ready for departure. Kindly fasten your seatbelt, fold back the tray table and make the window sheets open. Please ensure that any portable devices are switched off or in airplane mode.
എയർപോർട്ടിൽ നമ്മളെ ബാഗേജ് വരുന്ന സ്ഥലം കേട്ടോ. ചങ്ങായിമാരെ ഇവിടെ 11 കാലമായി കേട്ടാ. എന്നെ കൂട്ടാൻ വന്നത് സുഭാഷ് ഏട്ടനാണ്, നമ്മളെ നീതു സുഭാഷ് ഏട്ടൻ. പിന്നെ പാർക്കിംഗ് കാർഡിന്റെ പൈസ അടക്കാൻ വേണ്ടി പോയിട്ടുണ്ട് എയർപോർട്ടിൽ, കാർ ഇട്ടേന്റെ. അപ്പോൾ അവർ വന്നിട്ടാകുമ്പോൾ അവരോട് നമുക്ക് വർത്തമാനം പറയാം. ഇതാണ് നമ്മൾ സുഭാഷ് ഏട്ടൻ കേട്ടാ. കുറെ ആൾക്കാർക്ക് അറിയാം, എന്നാൽ കുറച്ച് ആൾക്കാർ അറിയാതെ ഉണ്ടാവും. സുഭാഷ് ഏട്ടൻ എന്നാ പറയാ കൊണ്ടും നമ്മള് ബ്രോ എല്ലാം ശരിയാവും. എല്ലാം ശരിയാവല്ലോ, എല്ലാം ശരിയാവും. ശരിയാവണം, ശരിയാക്കണം. എന്നാ പോവാം. ഓക്കെ, എന്നാലും വിടാം. നമുക്കെന്നാല് ദുബായ് അല്ല ഷാർജയിലെ റോഡെല്ലാം കണ്ടോണ്ട് അങ്ങനെ പോവാം. ഓക്കെ, എന്നാ പിന്നെ സ്റ്റാർട്ട് ചെയ്യാൻ വിടാം. റൗണ്ട് ബോട്ട് ഉണ്ടോ? ഷാർജയിലെ റൗണ്ട് ബോട്ട് റോഡ് ഇട്ടാ അടിപൊളിയല്ലേ? ഇതൊന്നല്ല, ഇരുമല്ല റോഡുകളിലും ഉണ്ട് ഇടാം. ഇത് ഒരു സാമ്പിൾ മാത്രം അല്ലേ? ചെറിയൊരു റോഡ് എന്നാപ്പാ കഴിക്കണം. ആരാ? കുഞ്ഞനാ? ഇതാണ് നമ്മളെ വേറെ സുഭാഷ് ഏട്ടാ കേട്ടാ, മാമൻ. നമ്മളെ നാട്ടിലെ മാമൻ പായുന്ന. എന്താണ് അവസ്ഥ? ഒരു ഉറക്കെല്ലാം ഇറങ്ങിയിട്ട് ഉറക്കെല്ലാം കളഞ്ഞേട്ടാ നമ്മള്. മാറിപ്പോയിട്ടില്ല അല്ലേ? എനിക്ക് ഓർമ്മയുണ്ട് റൂം. ചങ്ങായിമാരെ റൂമിലെത്തിയേട്ടാ. റൂമിലൊരു കാര്യമായ ആളുണ്ട്. ഇതാ സഹിച്ചേട്ടെ, ക്രിസ്മസ് അപ്പൂപ്പനായിട്ട് ഒരു ഇത് കിട്ടുന്നുണ്ട് അല്ലേ സഹിച്ചേട്ടാ? അതുകൊണ്ട് ഇപ്പഴേ പ്രാക്ടീസ് ചെയ്യുന്ന. ചങ്ങായി പറയാൻ പെട്ടിയെല്ലാം പൊളിക്കുന്നുണ്ട് കേട്ടാ. എല്ലാം ഉണ്ട്, എല്ലാം കൊടുക്കേണ്ട സാധനം എൻ്റെതാകെ അത്രേ ഉള്ളൂ. നോക്കാം. പെട്ടി പൊളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് സുഭാഷ് ഏട്ടൻ. എൻ്റെ വേഗം അത് കാലി വേഗം, അതിലൊന്നുമില്ല. സ്വർണ്ണല്ല, നിങ്ങളോരൊന്നും പറയില്ല, ആള് വിശ്വസിക്കൊണ്ടിരിക്കും. പക്ഷെ മയക്കുമരുന്ന് ആർച്ച എയർപോർട്ടിൽ ഇങ്ങ് കൊണ്ടുവരണ്ടേ? വീട് അങ്ങനെ വലിയ ആയിരിക്കുന്നില്ല, കണ്ണൂർ എയർപോർട്ടിൽ ഇങ്ങ് കൊണ്ടുവരണ്ടേ? കടത്തി വീട്ടിൽ പണിയാ. ഇതെല്ലാം നമ്മൾ കൊണ്ടുവന്ന സാധനം കേട്ടോ. അപ്പോൾ ചങ്ങായി പറയാം, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ലേശം കുളിച്ചിട്ട് കുറച്ച് കിടന്നുറങ്ങട്ടെ അല്ലേ ചേട്ടാ? നിങ്ങളൊന്നും ചിരിക്കുന്നത് ഇതിൽ ഒത്തിരി ചിരിക്കുന്നില്ല കേട്ടോ ചേട്ടാ. എന്തിനാണ് എനിക്ക് ഇരിക്കുന്നത്? അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരാം. എല്ലാവർക്കും ബായ്. നിങ്ങളുടെ സ്വന്തം നിജി.